പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ തുടരുകയാണ്. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. രാജ്യത്തെ സ്ഥിതിഗതികൾ സാധാരണക്കാരെ അറിയിക്കുന്നതിനായി ആം ആദ്മി പാർട്ടി വാഷിംഗ് മെഷീൻ കാ കാലു ജാദു ക്യാമ്പയിൻ ശക്തമാക്കിയിരിക്കുന്നു. അഴിമതിക്കെതിരെയാണ് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നതെന്ന് BJP അവകാശപ്പെടുന്നത് എന്നും അതിലെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയാണ് ലക്ഷ്യമെന്നും AAP നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. हमारी मशीन में साफ किए जाते हैं. दो बहुत ज्यादा साफ करो इसको, साफ करो, गंदा आदमी है बहुत. कोई बात नहीं, आ जाओ. तालियां 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 तालियां. अरे इसका तो नाम भी पूरा फट गया धुलाई में. कैसा लग रहा है पवार साहब? अब तो डिप्टी सीएम था, सीएम से तो कम मैं बनूंगा ही नहीं. सीएम बनना है सर. सीएम बनना है, डिप्टी सीएम बनना है. नहीं सीएम चाचा को धोखा देके. എന്തായാലും മനു വളരെ രസകരമായ ക്യാമ്പയിനാണ്. നേരത്തെ കോൺഗ്രസ് വാഷിംഗ് മെഷീൻ ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു മാസങ്ങൾക്ക് മുൻപ്. ഈ മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള വാഷിംഗ് മെഷീൻ അവതരിപ്പിക്കുന്നത് ക്യാമ്പയിൻ. കോൺഗ്രസിന്റെ വാഷിംഗ് മെഷീനിൽ നിന്ന് ഈ മെഷീനും വല്ല വ്യത്യാസമുണ്ടോ? അല്ല, സ്വാഭാവികമായി അന്ന് കോൺഗ്രസ് ഉന്നയിച്ചൊരു ആരോപണമാണിത്. അത് BJPയിലേക്ക് അഴിമതിക്കാർ എത്തുമ്പോൾ അവരെ പിന്നെ വെളുപ്പിക്കുന്നു, അവർ വെള്ള പൂശുന്ന ഒരു രീതി ഉണ്ടാകുന്നു, അവർക്ക് ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ രസകരമായ വേദികളിൽ എത്തിക്കുക എന്നതാണ്. ഇപ്പോൾ അശോക് ചവാനും ഹേമന്ത് ബിശ്വ ശർമ്മയും അജിത് പവാറും ഒക്കെ ഇവര് നമുക്കറിയാം, അജിത് പവാർ വലിയ ഒരു കേസിൽ പ്രതിയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം നമ്മുടെ ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് അന്ന് 70ഓളം പേരാണ് അതിൽ പ്രതികൾ ആയി ഉണ്ടായിരുന്നത്. ED എന്നൊരു കേസ് രജിസ്റ്റർ ചെയ്തു സെപ്റ്റംബർ 2019. അതിൽ മറ്റു പല ആളുകളുടെയും പേരുകളും ഒക്കെ അന്ന് പറഞ്ഞു കേട്ടിരുന്നു. ജയന്ത് പാട്ടീൽ, ദിലീപ് റാവു ദേശ്മുഖ്, അതുപോലെ മദൻ പാട്ടീൽ, ഈശ്വർലാൽ ജെയിൻ, ശിവജി റാവു, അതുപോലെ ശിവസേനയുടെ ആനന്ദ് റാവു അഡ്സുൽ തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരുകൾ അന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഒടുവിൽ ഇപ്പോൾ ഈ തമാശയായിട്ട് കാണിക്കുന്നതും ഈ കൊണ്ടുപോകുന്ന ആ ഓറഞ്ച് ബനിയനിട്ട ആളെ ആദ്യം അതിനകത്തേക്ക് കയറ്റുന്നു. അദ്ദേഹം അജിത് പവാർ എന്ന തരത്തിലാണ് അദ്ദേഹത്തെ കയറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം അജിത് പവാർ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ല വെളുത്തിരിക്കുന്നു, എനിക്ക് കുറച്ച് പേർക്ക് സെൻട്രൽ ജയിലും ഉണ്ട്. വാഷിംഗ് മെഷീനിൽ കയറാത്തവർക്ക് സെൻട്രൽ ജയിലാണ്. അവിടുന്ന് കൊണ്ടുപോയി വെളുപ്പിക്കുകയായിരിക്കും, അതായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ ഈ ഇതുപോലെയുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ അശോക് ചവാൻ്റെയും സമാനമായ ഒരു സാഹചര്യം ആയിരുന്നു. അശോക് ചവാനും ഈ ആദർശ് ഫ്ലാറ്റ് കുംഭകോണം അന്നത്തെ വലിയൊരു തർക്ക വിഷയമായിരുന്നു. അതിന് ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് അതിൽ ഈ വിഷയം വന്നപ്പോൾ അത് വീണ്ടും ചർച്ചയായി. 2016 തന്നെ BJP അതിനൊരു ഈ ഇതുപോലെ ഈ വിഷയം ഉയർത്തിയിരുന്നു. അന്ന് നമ്മുടെ K. ശങ്കരനാരായണൻ ഈ വിഷയത്തിൽ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ അശോക് ചവാന് ശ്രമമൊക്കെ നടത്തിയിരുന്നു. മറ്റൊന്ന് ഈ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹത്തിൻ്റെ ഈ ശാരദ ചിറ്റ് ഫണ്ടാണ് മറ്റൊരു വലിയ സംഭവമായി വന്നത്. അതിലുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും കാര്യങ്ങളും, ലൂയിസ് ബർഗർ എന്ന് പറഞ്ഞ മറ്റൊരു അഴിമതി കേസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ശാരദ ചിറ്റ് ഫണ്ടിൽ ഒരുപാട് അറസ്റ്റുകളൊക്കെ അന്ന് ബംഗാളിലും ആസാമിലും ഒക്കെ ആയിട്ട് നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ആ കേസുമൊക്കെയായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് വളരെ മുമ്പ് തന്നെ അമിത്ഷാ അദ്ദേഹം പാർട്ടിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തു. അങ്ങനെ പല നേതാക്കൾക്കും ഇത്തരം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന പല നേതാക്കളും അവർ BJPയിലേക്ക് എത്തുന്നതോടുകൂടി അവർക്ക് ഒരു ക്ലീൻ ചിറ്റ്. കോൺഗ്രസിന്റെ പ്രചാരണത്തിൽ BJP വാഷിംഗ് മെഷീനിൽ മോദി വാഷിംഗ് പൗഡർ ഇട്ട് വാഷ് ചെയ്യുമ്പോഴാണ് ഈ ക്ലീൻ ചിറ്റ് ലഭിക്കുക. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഒരു അഴിമതി കേസിൽ ജയിലിലാകുന്നു, അവിടെ നിന്ന് ജാമ്യത്തിൽ വരുന്നു. ഈ ജാമ്യം ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കോടതി കൊടുത്തതല്ല. കൃത്യമായി ഈ പ്രചരണത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ അതിൽ ഭാഗഭാക്കാവുക അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷനൊക്കെ അനുസരിച്ച് നൽകിയ ഒരു അനുമതി മാത്രമാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പയിൻ നടക്കുന്നു എന്നത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തുമെന്നതാണ് ചോദ്യം. അത് സ്വാഭാവികമായും അത് താൻ ബലിയാടാക്കപ്പെട്ടു എന്ന രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രചരണം നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു പട്ടികയൊക്കെ പുറത്തുവിടുന്നുണ്ടല്ലോ. തേജസ്വി യാദവ് ഇനി അടുത്ത് ജയിലിലാവും, മമതാ ബാനർജി ജയിലിലാവും, പിണറായി വിജയൻ ജയിലിലാവും,
അപ്പോൾ താൻ ഒറ്റയ്ക്കല്ല ഇനി അവിടെ കിടക്കാൻ പോകുന്നത്. ഇത് ഇനി മോദി അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് മറ്റെല്ലാ പാർട്ടികളും കൂട്ടായി ഒരു ശക്തമായ നീക്കം നടത്തേണ്ടതിൻ്റെ ഒരു സാഹചര്യമാണ് എന്നൊക്കെ അദ്ദേഹം ആളുകൾക്കിടയിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എങ്ങനെ ഫലവത്താകും എന്ന ഒരു വിഷയം നമുക്ക് മുന്നിലുണ്ട്. അതിനി ഒരു പക്ഷേ ഡൽഹിയിൽ ഒരു വലിയ പ്രധാന കാര്യമായി അത് വരണം. അങ്ങനെ വന്നാൽ അത് അരവിന്ദ് കെജ്രിവാളിന് ഒരു നേട്ടം. വന്നില്ലെങ്കിൽ അത് അരവിന്ദ് കെജ്രിവാളും ലക്ഷ്യമിടുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ആദ്യ ദിവസം മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളുടെ പ്രധാന അറ്റൻഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയാലും ക്യാമ്പയിൻസ് ആയാലും തുടങ്ങി വെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളാണ്. ഇന്ന് വാഷിംഗ് മെഷീൻ ക്യാമ്പയിൻ കൂടി വരുമ്പോൾ കൃത്യമായും അതിലേക്ക് മാധ്യമങ്ങളുടേത് ഉൾപ്പെടെയുള്ള ഫോക്കസ് എത്തുകയാണ്. ഓൾറെഡി കോൺഗ്രസ് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അപ്പോൾ കൃത്യമായ അജണ്ടകൾ വെക്കാനും അതനുസരിച്ച് പ്രചാരണം മുൻപോട്ട് കൊണ്ടുപോകാനും കെജ്രിവാൾ ക്യാമ്പിനെ സംബന്ധിച്ച് കഴിയുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമല്ലേ? അത് പക്ഷേ കെജ്രിവാളിൻ്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്നാണ്. നിലവിൽ അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ വലിയൊരു സ്വാധീനമില്ല. പക്ഷേ ആ നിയമസഭയിൽ അദ്ദേഹത്തിന് ഡൽഹിയിലും അതുപോലെ പഞ്ചാബിലും സ്വാധീനമുണ്ട്. അപ്പോൾ ഡൽഹിയിലെയും പഞ്ചാബിലെയും ഈ മൊത്തം 20ഓളം സീറ്റുകളിൽ എന്ത് മാറ്റമുണ്ടാകുന്നു എന്നത് അപ്രസക്തമാണ് എന്നൊരു പക്ഷേ BJP ധരിച്ചാലും അത് അത്രമാത്രം അപ്രസക്തമല്ല. അത് കെജ്രിവാളിൻ എന്ന ഒരു പുതിയ ദേശീയ നേതാവിൻ്റെ ഉദയത്തിലേക്ക് ഇത് വലിയൊരു തോതിൽ മാറ്റം വന്നാൽ അത് അതിലേക്ക് വിരൽ ചൂണ്ടും. അത് പരാജയപ്പെട്ടു പോയാൽ അത് പിന്നെ നമുക്ക് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിൻ്റെ പ്രാദേശിക തലത്തിൽ ഈ സാധാരണക്കാരുടെ വിഷയങ്ങളാണല്ലോ അദ്ദേഹം പ്രധാനമായി ഉയർത്തുന്നത്. ഈ ബിജ്ലി പാനി ശിക്ഷ എന്ന് പറയുന്ന, അതായത് വിദ്യാഭ്യാസം, പിന്നെ വെള്ളം, കറണ്ട്, ഈ വിഷയങ്ങളൊക്കെ ബാധിക്കുന്ന സാധാരണക്കാരുടെ ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് വളരെ താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ മാത്രം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന ഒരു പ്രതീതി കൂടി അതിന് സൃഷ്ടിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഡൽഹിയിൽ ഈ അസംബ്ലിയിൽ മുഴുവൻ ഇങ്ങനെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം തന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും കണ്ടെത്തുക എന്ന ഒരു തലത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള ക്യാമ്പയിൻ അവർ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്യാമ്പയിനിലേക്ക് അവർ പോകുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ ഈ മണിക്കൂറുകളിൽ ഇത്തരം ക്യാമ്പയിനുകൾ എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അഴിമതി എന്ന് പറയുന്നത് ആളുകൾ ഒരു പരിധിവരെ അവരുടെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ പോലെ പരിഗണിക്കുന്ന ഒരു വിഷയമായി തോന്നില്ല. അപ്പോൾ പോലും അഴിമതി എന്ന ഒരു വിഷയം പ്രധാനമായും ഉയർത്തിക്കാട്ടേണ്ടുന്ന ആവശ്യകത ആം ആദ്മി പാർട്ടിക്ക് വരുന്നു എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, ആം ആദ്മി പാർട്ടി ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന വലിയ ഒരു പോരാട്ടം നയിച്ചാണ് അവരെത്തിയത്. പക്ഷേ അണ്ണാ ഹസാരെ കെജ്രിവാളിനെ തള്ളി പറഞ്ഞു. കിരൺ ബേദി കെജ്രിവാളിനെ വിട്ട് BJPയിൽ ചേർന്നു. ആ കെജ്രിവാളിനെതിരെ തന്നെ മത്സരിച്ചു. പിന്നീട് അവർ ലഫ്റ്റനന്റ് ഗവർണറായി പോണ്ടിച്ചേരിയിൽ എത്തി. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഈ മാഹിയിലൊക്കെ എത്തുമ്പോൾ അവർ ആദ്യഘട്ടത്തിൽ, അതായത് കോൺഗ്രസ് അവിടെ ഇതായിരിക്കുന്നൊരു സമയത്ത്, അപ്പോൾ BJP എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല. ഈ കിരൺ ബേദി വളരെ ശക്തമായ ചില നിലപാടുകൾ എടുക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അവിടെ ഒരു വശത്ത് കിരൺ ബേദിക്കൊക്കെ. ശരി, എന്തായാലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിനോടൊപ്പം തന്നെ സ്വയം പ്രതിരോധം കൂടിയാണ് ആം ആദ്മി പാർട്ടി ഈ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങളിലൂടെ ശ്രമിക്കുന്നത്. നമുക്ക്